Good afternoon all of you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DBMSന്റെ കമ്പോണൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So today we are going to discuss about database system concepts and architecture. 3 schema architecture. എന്താണ് 3 schema architecture? 3 means 3. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഇപ്പോൾ നമ്മളെ ഡാറ്റാബേസിൽ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരിക്കും. ആ ഡാറ്റാസ് എന്തൊക്കെയാണ്, അവ എങ്ങനെയൊക്കെയാണ്, അവരുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സ്കീമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ദെൻ അതെന്താണെന്നാണ് പറയുന്നത്. So, the goal of the 3 schema architecture is to separate the user applications from the physical database. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യൂസറിനെ ആ ഡാറ്റാബേസായിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താ, രണ്ട് ലെവൽസ് അല്ലേ, നമ്മൾ യൂസർ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ യൂസർ വേറെ ലെവലാണ്, ഡാറ്റാബേസ് വേറൊരു ലെവലാണ് അല്ലേ. അപ്പോൾ ദ ഗോൾ ഓഫ് 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താ, ടു സെപ്പറേറ്റ് ദ യൂസർ ആപ്ലിക്കേഷൻ ഫ്രം ദ ഫിസിക്കൽ ഡാറ്റാബേസ്. ആ ഫിസിക്കൽ ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ യൂസറിൻ്റെ ആപ്ലിക്കേഷൻസിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക എന്നാണ്. ഇൻ ദിസ് ആർക്കിടെക്ചർ സ്കീമാസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫോളോയിങ് 3 ലെവൽസ്. അതായത് 3 ലെവൽസ് ആയിട്ടാണ് ഈ സെപ്പറേഷൻ നടത്തുന്നത്. എങ്ങനെയാണ് ആ ഫിഗർ നോക്കാം. ഇതിലെന്താ പറയുന്നത്, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എക്സ്റ്റേണൽ വ്യൂ, അതുപോലെ തന്നെ കൺസെപ്ച്വൽ സ്കീമ, ഇൻറ്റേർണൽ സ്കീമ അല്ലേ. 3 പേരുകൾ നിങ്ങളിവിടെ കണ്ടു. ഇതൊക്കെ ഓരോ ലെവൽസാണ്. ഇവിടെ കണ്ടോ, എക്സ്റ്റേണൽ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ, ഇൻറ്റേർണൽ ലെവൽ അല്ലേ. എക്സ്റ്റേണൽ വ്യൂ എന്ന് പറയുന്നത് നമ്മളെ യൂസേഴ്സാണ്. ഇവിടെ കണ്ടോ, എൻഡ് യൂസേഴ്സ്. നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എൻഡ് യൂസേഴ്സ്. അവർ ഏത് ലെവലിലാണ് വരുന്നത്? എക്സ്റ്റേണൽ ലെവലിലാണ്. ഓക്കെ, ദെൻ കൺസെപ്ച്വൽ സ്കീമേനെ കൺസെപ്ച്വൽ ലെവലാണ്, അതൊരു വേറെ ലെവലാണ്. ഓക്കെ, അതിനെ കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്കീമ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ലെവലിലാണ്. ദെൻ സ്റ്റോർഡ് ഡാറ്റാബേസ്, നമ്മുടെ ഡാറ്റാബേസിൽ നിന്ന് നമ്മുടെ യൂസർ എത്ര സെപ്പറേഷൻ നോക്കിയേ, കൺസെപ്ച്വൽ സ്കീമുണ്ട്, ഇൻറ്റേർണൽ സ്കീമയുണ്ട് അല്ലേ. ഇങ്ങനെയാണ് ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഓരോന്നും. ദെൻ ഇനി ഓരോ ലെവൽസും എന്താണെന്നാണ്. ഫസ്റ്റ് ഇൻറ്റേർണൽ ലെവൽ. ഇൻറ്റേർണൽ ലെവൽ എന്താ, നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇൻറ്റേർണൽ ലെവലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഇൻറ്റേർണൽ ലെവലിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദ ഇൻറ്റേർണൽ ലെവൽ ഹാസ് ആൻ ഇൻറ്റേർണൽ സ്കീമ അല്ലേ, ഇൻറ്റേർണൽ സ്കീമയുണ്ട്. വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ്. എന്താണ് ഈ ഇൻറ്റേർണൽ സ്കീമയിൽ എന്താ, നമ്മുടെ ഇൻറ്റേർണൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. ദെൻ the internal schema uses a physical data model and describes the complete details of data storage and access path for the database. എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റേർണൽ സ്കീമ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത്, ഫിസിക്കൽ സ്കീമ ഡാറ്റ മോഡൽ. അത് ഫിസിക്കൽ ഡാറ്റ മോഡൽസ് അടുത്തൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഫിസിക്കൽ ഡാറ്റ മോഡൽ എന്ന് ഓർത്ത് വയ്ക്കുക. ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ആ ഡാറ്റ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ സ്റ്റോറേജ്. അതായത് ഡാറ്റാ ബേസിലാണ് എന്ത്, കംപ്ലീറ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണ് എന്ത് ലെവലിൽ വരുന്നത്, ഇൻറ്റേർണൽ ലെവലിൽ വരുന്നത്. ക്ലിയർ ആണോ? ദെൻ സെക്കൻഡ് വൺ കൺസെപ്ച്വൽ ലെവൽ. കൺസെപ്ച്വൽ ലെവൽ നേരെ ഇതാ ഈ സെക്കൻഡ് ലെവൽ. കൺസെപ്ച്വൽ ലെവലിൽ എന്താ വരുന്നത്, ദ കൺസെപ്ച്വൽ ലെവൽ ഹാസ് എ കൺസെപ്ച്വൽ സ്കീമ അല്ലേ. കൺസെപ്ച്വൽ സ്കീമ ഉണ്ട് അവിടെ. വിച്ച് ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ഓൾ ഡാറ്റാബേസ് ഫോർ എ കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സ്. അതായത് നമ്മുടെ യൂസർ, ഇവിടെ കണ്ടോ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. യൂസേഴ്സ് ആദ്യം എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നത്, കൺസെപ്ച്വൽ സ്കീമയിലേക്കാണ് അല്ലേ. അപ്പോൾ ഈ കൺസെപ്ച്വൽ ലെവൽ ഹാസ് എ കൺസെപ്ച്വൽ സ്കീമ വിച്ച് ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ഓൾ ഡാറ്റാബേസ്. അതായത് യൂസേഴ്സിന് ആ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ഡാറ്റാസും അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് ലെവലിലാണ്, കൺസെപ്ച്വൽ ലെവലിലാണ്. ഓക്കെ, മനസ്സിലായോ? ദെൻ
The conceptual schema hides the details of physical storage structures and concentrates on describing entities, data types, relationships, user operations and constraints. എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൺസെപ്ച്വൽ സ്കീമ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ത്, ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്. അതായത് എന്താ, ഈ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഡാറ്റയാണ് അല്ലേ. ഈ ഇൻറ്റേർണൽ ഡാറ്റേനെ നമ്മളെ യൂസറിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് ആരാ, ഈ കൺസെപ്ച്വൽ സ്കീമയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു യൂസർ ഡാറ്റാബേസിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. ജസ്റ്റ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന എന്തിനെങ്കിലും ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയുന്നില്ല. സോ ഈ കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കീമയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് അതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്, യൂസറിൽ നിന്ന് ആ ഇൻറ്റേർണൽ ഡാറ്റാസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു കൺസെപ്ച്വൽ സ്കീമയാണ്. ഓക്കെ, ദെൻ ദ കൺസെപ്ച്വൽ സ്കീമ ഹൈഡ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ഫിസിക്കൽ സ്റ്റോറേജ്. ഇത് നേരത്തെ പറഞ്ഞതിന് എന്തൊക്കെ ഡാറ്റാസാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്, എൻറ്റിറ്റീസ്, ഡാറ്റ ടൈപ്സ്, റിലേഷൻഷിപ്സ്, യൂസർ ഓപ്പറേഷൻസ് ആൻഡ് കൺസ്ട്രെയിൻസ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ടോപ്പിക്ക് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് പേരുകൾ മനസ്സിലാക്കി വയ്ക്കുക. എൻറ്റിറ്റി, ഡാറ്റ ടൈപ്പ്, റിലേഷൻഷിപ്പ്, യൂസർ ഓപ്പറേഷൻസ് ആൻഡ് കൺസ്ട്രെയിൻസ്. എല്ലാ ഓപ്പറേഷൻസും യൂസേഴ്സ് എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിലാണ് ഇതിലൂടെയാണ് നടക്കുന്നത്. ദെൻ എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ. എക്സ്റ്റേണൽ ലെവൽ എന്താ, ടോപ്പ് ലെവൽ, ഏറ്റവും മുകളിലുള്ള നമ്മൾ യൂസേഴ്സാണ് ആ ലെവലിൽ വരുന്നത്. ഓക്കെ, the external or view level includes a number of external schemas or user views. ഒരുപാടുണ്ടായിരിക്കും അല്ലേ, ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടായിരിക്കും. സോ അവരൊക്കെയാണ് ഈ ലെവലിൽ വരുന്നത്. ഈച്ച് എക്സ്റ്റേണൽ സ്കീമ ഡിസ്ക്രൈബ്സ് ദ പാർട്ട് ഓഫ് ദി ഡാറ്റാബേസ് ആൻഡ് എ പെർട്ടിക്കുലർ യൂസർ ഗ്രൂപ്പ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആൻഡ് ഹൈഡ്സ് ദ റെസ്റ്റ് ഓഫ് ദ ഡാറ്റാബേസ് ഫ്രം ദാറ്റ് യൂസർ ഗ്രൂപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ, ഇതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡാറ്റാബേസ് ദാറ്റ് എ പെർട്ടിക്കുലർ യൂസർ ഗ്രൂപ്പ് ഈസ് ഇൻ. അതായത് നമുക്ക് അറിയില്ല ഏതൊക്കെ ഗ്രൂപ്പ്സാണ് അല്ലെങ്കിൽ ഡാറ്റാബേസ് യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ വേണ്ടവർ അത് യൂസ് ചെയ്യും. അങ്ങനത്തെ ആളുകളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ എക്സ്റ്റേണൽ ലെവലിൽ വരുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താ വരുന്നത്, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് റിക്വസ്റ്റ് ആൻഡ് റിസൾട്ട്സ് ബിറ്റ്വീൻ ലെവൽസ് ആർ കോൾഡ് മാപ്പിംഗ്. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ റിക്വസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നു അല്ലേ. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മാപ്പിംഗ് എന്ന് പറയുന്നത്. യൂസർ റിക്വസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്ത് തരുന്നു. ഈ ഒരു എന്താ വേ ഓഫ് ട്രാൻസ്ഫോർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്, മാപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, 3 സ്കീമ ആർക്കിടെക്ചർ, 3 ലെവൽസ്. ആ 3 ലെവൽസും എന്താണ് പറയുന്നത് ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. എന്താ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. ഡാറ്റ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല എന്നുള്ളത് അല്ലേ. സോ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The capacity to change the schema at one level of the database system without having to change the schema at the next higher level. നമ്മളിപ്പോൾ 3 സ്കീമ ആർക്കിടെക്ചർ പഠിച്ചില്ലേ, അതിൽ ദ കപ്പാസിറ്റി ടു ചേഞ്ച് ദ സ്കീമ അറ്റ് വൺ ലെവൽ, ഏതെങ്കിലും ഒരു ലെവലിൽ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ചസ് വരുത്താം. വിത്തൗട്ട് ചേഞ്ചിങ് അതർ ലെവൽസ്, അതായത് മറ്റുള്ള ലെവൽസിന് ചേഞ്ചസ് വരുത്താതെ നമുക്ക് ഇത് ഏതെങ്കിലും ലെവൽസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ചേഞ്ച് സ്കീമ അറ്റ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ, അതിൻ്റെ തൊട്ട് മുകളിലല്ല. ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ സ്കീമയിലാണ് ചേഞ്ചസ് വരുത്തുന്നത് വിചാരിച്ചോ. സോ നമുക്ക് കൺസെപ്ച്വൽ സ്കീമയിലൊന്നും ചേഞ്ചസ് വരുത്താതെ തന്നെ ഇൻറ്റേർണൽ സ്കീമയിൽ ചേഞ്ചസ് വരുത്താം എന്നാണ് പറയുന്നത്. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ടൈപ്സ് ആണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് വരുന്നത്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ചേഞ്ച് ദ കൺസെപ്ച്വൽ സ്കീമ വിത്തൗട്ട് ഹാവിങ് ടു ചേഞ്ച് ദ എക്സ്റ്റേണൽ സ്കീമ ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. അതായത് കൺസെപ്ച്വൽ സ്കീമ, നമ്മൾ നേരത്തെ ഫിഗർ നോക്കിയിരുന്നില്ലേ, അതിൽ കൺസെപ്ച്വൽ സ്കീമയിൽ ചേഞ്ചസ് വരുത്താം വിത്തൗട്ട് ചേഞ്ച് ദ
എക്സ്റ്റേണൽ സ്കീമ. ഓക്കെ, ഇവിടെ ഫിഗറിൽ നോക്ക്. ഈ കൺസെപ്ഷൻ സ്കീമയിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും വിത്തൗട്ട് ചേഞ്ചിങ് ദ എക്സ്റ്റേണൽ ലെവൽ. എക്സ്റ്റേണൽ ലെവൽസ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് കൺസെപ്ഷൻ സ്കീമയിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, ദെൻ ദ ഇൻറ്റേർണൽ ദെൻ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്നാണ് പറയുന്നത്. രണ്ടാമത്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഈസ് എ കപ്പാസിറ്റി ടു ചേഞ്ച് ദ ഇൻറ്റേർണൽ സ്കീമ വിത്തൗട്ട് ഹാവിങ് ടു ചേഞ്ച് ദ കൺസെപ്ഷൻ സ്കീമ. അതായത് 3 ലെവൽസ് അല്ലേ പറഞ്ഞത്. ഏറ്റവും ടോപ്പിൽ എന്താ എക്സ്റ്റേണൽ ലെവൽ, സെക്കൻഡ് കൺസെപ്ഷൻ ലെവൽ, പിന്നെന്താ ലാസ്റ്റ് വൺ എന്താ ഇൻറ്റേർണൽ ലെവൽ അല്ലേ. ഈ ഇൻറ്റേർണൽ ലെവലിൽ നമുക്ക് എന്താ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്കീമയിൽ ചേഞ്ചസ് വരുത്താം വിത്തൗട്ട് ചേഞ്ച് ദ നെക്സ്റ്റ് ഹയർ ലെവൽ. ഹയർ ലെവൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള എന്താ കൺസെപ്ഷൻ ലെവലല്ലേ. ആ ചിത്രം നോക്കണം കേട്ടോ നിങ്ങൾ. ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. തൊട്ട് മുകളിലുള്ള ലെവലിൽ ചേഞ്ചസ് വരുത്താതെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെവൽസിൽ ചേഞ്ചസ് വരുത്താം. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇല്ലല്ലോ. സോ data independence occurs because when the schema is changed at some level, the schema at the next level remains unchanged. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ലെവൽ ചേഞ്ച് ചെയ്താൽ മറ്റേ ലെവൽ എന്ത് ചെയ്യും, ചേഞ്ച് ആവാതെ റിമെയിൻ ചെയ്യും. സോ ഓൺലി ദ മാപ്പിംഗ് ബിറ്റ്വീൻ ദ 2 ലെവൽസ് ഈസ് ചേഞ്ച്ഡ്. അതായത് 2 ലെവൽസിലുള്ള മാപ്പിംഗ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ആവുന്നു അല്ലേ. നമ്മൾ ഏതൊക്കെ ചേഞ്ചസിൽ അറ്റ് എ ടൈമിൽ അതിലേതൊക്കെ നമ്മൾ ഈ ലെവൽസിൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2 ലെവൽസിലാണ് എന്ത് നടക്കുന്നത്, ആ ചേഞ്ചസ് നടക്കുന്നത് അല്ലേ. സോ അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓൺലി ദ മാപ്പിംഗ് ബിറ്റ്വീൻ ദ 2 ലെവൽസ് ഈസ് ചേഞ്ച്ഡ്. 2 ലെവൽസിൽ മാത്രമേ ആ ചേഞ്ചസ് നടക്കുന്നുള്ളൂ, ലോജിക്കൽ ലെവലിലും അതുപോലെ തന്നെ ഫിസിക്കൽ ലെവലിലും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.